ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിന്റെ തെളിവെടുപ്പ് പൂർത്തിയായി. ഷൂട്ടിംഗ് നടന്ന ഫോർട്ട് കൊച്ചിയിലെ ആസ്പിൻ വാളിലും അതിക്രമം നടന്ന കാരവനിലും തെളിവെടുപ്പ് നടത്തി. കസ്റ്റഡി കാലാവധി ഒരു ദിവസം കൂടിയുണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ രഞ്ജിത്തിനെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. എസ് ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇന്ന് തെളിവെടുപ്പുകൾ എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ രഞ്ജിത്തിനെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമോ? അങ്ങനെയെങ്കിൽ ജാമ്യത്തിൽ വിടാനുള്ള ആവശ്യം നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. വീണ്ടും ജാമ്യ ഹർജി നൽകാനാണോ സാധ്യത? എന്താണ് ഇന്നിപ്പോൾ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുന്നതിന്റെ കാരണം? സ്മൃതി, ജാമ്യാപേക്ഷ മറ്റന്നാൾ പരിഗണിക്കാൻ വേണ്ടിയാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മാറ്റിയിരിക്കുന്നത്. എന്നാൽ അത് ഇന്ന് തിരികെ ഹാജരാക്കുന്ന സാഹചര്യത്തിൽ, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന സാഹചര്യത്തിൽ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെടുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇതിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതായത് നാളെ വൈകിട്ട് 4 മണി വരെയാണ് രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കൂടിയാണ് നാളേക്ക് വരെ കാത്തിരിക്കേണ്ടതില്ല, ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കാമെന്ന തീരുമാനത്തിലേക്ക് അന്വേഷണസംഘം എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മരടിലെ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് രഞ്ജിത്തിനെ എത്തിക്കും. എന്തായാലും കസ്റ്റഡിയിൽ ലഭിച്ചപ്പോൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം തന്നെ അന്വേഷണസംഘം ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട 2 ഇടങ്ങളിലാണ് തെളിവെടുപ്പ് നടന്നിരിക്കുന്നത്. ഒന്ന്, ഫോർട്ട് കൊച്ചിയിലെ ആസ്പിൻ വാളിലെത്തിച്ച് തെളിവെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് കാരണം അവിടെയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷൻ. അവിടെ വെച്ചാണ് ലൈംഗിക അതിക്രമം നടന്നത്. ഇതിന് പുറമെ തന്നെ ഈ കാരവാനുകളുള്ള AR ക്യാമ്പിൽ എത്തിച്ചും തെളിവെടുത്തിട്ടുണ്ട്. ശരി, എസ് ശരണാണ് വിവരങ്ങൾ നൽകിയത്.